മലയാളത്തിലെ ആദ്യത്തെ ഗ്യാങ്സ്റ്റർ സിനിമ. ആന്റണി പഴയ സ്വഭാവമാണെന്ന് വെച്ചിട്ടുള്ളൂ. ആണത്തം പണയം വെച്ചിട്ടില്ല. ചേട്ടത്തിനും പറഞ്ഞ ചാമ്പിളി ഞാൻ വരും. വെള്ളിത്തിരയിൽ ജോഷി എന്ന സംവിധായകനെയും ലോഹിതദാസ് എന്ന എഴുത്തുകാരനെയും അടയാളപ്പെടുത്തിയ കൗരവർ. ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് 1 വർഷമാകുന്നു. ഇന്ന് വരെ കുറ്റവാളികൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ പരിഹരിച്ചിട്ടുണ്ട്, ഇല്ലേ? നിരാഹാരം ഇരിക്കാൻ എന്താണ് ഉണ്ടായത്? ചോദിച്ചതിന് മറുപടി പറയാൻ ആന്റണി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തിയ മനുഷ്യരോടുള്ള പകയിൽ നീറി ജീവിക്കുന്നവർ എത്രത്തോളം അപകടകാരികളായിരിക്കുമെന്ന് വരച്ചു കാട്ടുന്ന എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സിനിമ. സാറേ, ചെക്കിങ് കഴിഞ്ഞ ബുക്കും പേപ്പറും ഇതാ. നിന്റെ ഫോട്ടോ കാണിച്ച് ആശിപ്പിച്ച് എന്റെ കാശമ്മ കുറെ തിന്നിട്ടുണ്ട്. ആന്റണി പഴയ സ്വഭാവമാണെന്ന് വെച്ചിട്ടുള്ളൂ. ആണത്തം പണയം വെച്ചിട്ടില്ല. ചേട്ടത്തിനും പറഞ്ഞ ചാമ്പിളി ഞാൻ വരും. പുറത്തിറങ്ങിയിട്ട് വർഷങ്ങൾ കടന്നുപോയിട്ടും മാസ് എലമെന്റുകളുടെ പഴക്കം സംഭവിക്കാത്ത വീഞ്ഞു പോലെ ആന്റണിയും ഹലിയാരും ഹംസയും ജീവിച്ചിരിക്കുന്ന കൗരവർ. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ക്ലാസിക് സിനിമകളിൽ ഒന്നാമത്തേതാണ് കൗരവർ. എന്തുകൊണ്ടും ഒരു കാലഘട്ടത്തിന്റെ ഭരണകൂട ഭീകരതയും പൊയ്ക്കാലുകൾ വെച്ച് നടക്കുന്ന മനുഷ്യരുടെ ചരിത്രവും കൗരവർ അടയാളപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ കുടുംബത്തെയും സ്വപ്നങ്ങളെയും നിമിഷനേരങ്ങൾ കൊണ്ട് ഉന്മൂലനം ചെയ്ത പോലീസുകാരനോട് ആന്റണിയും അലിയാരും സംഘവും ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടവർ നടത്തുന്ന യുദ്ധത്തിൽ വിട്ടുവീഴ്ചകളോ പാതി വഴിയിൽ യുദ്ധം അവസാനിപ്പിക്കലോ ഇല്ല. സ്വയം മനുഷ്യബോംബായി മാറുന്ന 4 പേരുടെ കഥയാണ് കൗരവർ പറഞ്ഞു വെക്കുന്നത്. ഏതു വലിയവനെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു സമയമുണ്ട്. സ്വന്തം ജീവനിൽ അവൻ ഭയപ്പെടുന്ന, അവൻ മൂലം ജീവിക്കുന്ന മനുഷ്യർ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷം. അപ്പോൾ അവർ തിരിച്ച് ആക്രമിക്കാൻ ശ്രമിക്കില്ല. മരണത്തെ അവൻ ഭയപ്പെടുകയും ജീവിച്ചിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. മോളുടെ ബർത്ത്ഡേന്ന് ഭാവയോട് പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെ അയാൾ എന്തിനാ വന്നത്? സുജയ്, നന്ദിയോട് പറയരുത്. ഭാര്യയും മകളും ആന്റണിക്ക് അത്തരത്തിൽ ജീവിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അലിയാർക്കും അത്തരത്തിലൊരു കുടുംബമുണ്ട്. അയാളെ താങ്ങി നിർത്തുന്ന 2 പെൺമക്കൾ അടങ്ങുന്ന കുടുംബം. അവരില്ലാത്ത ലോകം 2 മനുഷ്യരെ തകർക്കുകയും അവർക്കൊപ്പം പ്രതികാരത്തിനായി 2 പേർ കൂടെ കൂടുന്നതുമാണ് കൗരവർ എന്ന സിനിമ സംസാരിക്കുന്നത്. സർക്കാർ ബാക്കിയുള്ളവർക്ക് കടന്നു തുറക്കട്ടെ. ഇവനൊക്കെ കാര്യം കാണാൻ കാല് വരെ പിടിക്കും ചെറ്റകള്. എന്താ ബാബ കാര്യം? അലിയാരെ പിള്ളേരെ ഒതുക്കാൻ ഒരു പുതിയ ASP വന്നിരിക്കുന്നു. കുഴിച്ചു മൂടി വെക്കാൻ അവന് പൊക്കി എടുക്കണോന്ന്. വാലും തുമ്പ ഇല്ലാത്തവനൊക്കെ തുമ്മുണ്ടാക്കാൻ പോകുന്നെന്ന് നായിന്റെ മോൻ. നാടായ നാടുകൂടെ നമ്മുടെയൊക്കെ പടവടി ചൊട്ടിച്ചൊഴിച്ചിരിക്കുക. നിന്റെ ഉണ്ട്. നമ്മുടെ 4 പേരുടെ ഉണ്ട്. തെളിവില്ലാതെ ക്ലോസ് ചെയ്ത കേസുകളെല്ലാം അയാൾ കുത്തിപ്പൊക്കുകയാണ്. ഞങ്ങളോട് നേരിട്ട് ഹാജരാകാൻ CI വന്ന് പറഞ്ഞു. എന്താ അവന്റെ പേര്? ഹരിദാസ് IPS. ആ ഏത് PS ആണെങ്കിലും ഏറെ കളിച്ച അവന്റെ മയ്യത്ത് കടലിൽ പൊങ്ങും. അവന്റെ അമ്മയുടെ ദാസൻ. നിരൂപക പ്രശംസ നേടുകയും വാണിജ്യപരമായി മികച്ച വിജയം സ്വന്തമാക്കുകയും ചെയ്ത കൗരവർ ഇതര ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1992 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ചിത്രം അന്നത്തെ ന്യൂജൻ മനുഷ്യർക്കിടയിൽ മമ്മൂട്ടിക്ക് ഒരു സൂപ്പർ സ്റ്റാർ പദവി തന്നെ വെച്ചു. ജോഷി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ക്ലാസിക് സിനിമയായി കൗരവർ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടു. വിഷ്ണുവർദ്ധൻ കൊലപ്പെടുത്തിയെന്ന് ആന്റണി വിശ്വസിച്ച തന്റെ മകൾ വിഷ്ണുവർദ്ധന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരുവളായി ജീവിക്കുന്നുണ്ട് എന്നറിയുന്ന ആന്റണി പ്രതികാരത്തിന് പിറകെ മാത്രം സഞ്ചരിച്ച മനുഷ്യനിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു അച്ഛനായി മാറുന്നു. കാരണം എന്റെ 3 കുട്ടികളിൽ ഒരുവൾ
ഒരുവൾ നിങ്ങളുടെ മകളാണ്. മരിച്ചെന്ന് കരുതി മോർച്ചറിയിൽ തള്ളിയ നിങ്ങളുടെ മകളെ ജീവശ്വാസം കൊടുത്ത് ഈശ്വരൻ എനിക്ക് തന്നു. എന്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം. അലിയാരുടെയും സംഘത്തിന്റെയും ആക്രമണത്തിൽ നിന്ന് വിഷ്ണുവർദ്ധനെയും തന്റെ മകളടങ്ങുന്ന 3 കുട്ടികളെയും രക്ഷിക്കാനുള്ള ആന്റണിയുടെ നീക്കങ്ങളും 3 പേരിൽ നിന്ന് തന്റെ മകളെ കണ്ടെത്താനുള്ള ആന്റണിയുടെ തിരച്ചിലുമാണ് കൗരവരിന്റെ 2ാം ഭാഗം ചർച്ച ചെയ്യുന്നത്. നീ എന്നെ ചതിച്ചു, അതിനെന്നെ കൊന്നോളൂ. എന്റെ മക്കളെ ഒന്നും ചെയ്യരുത്. ഏതാടാ നിന്റെ മക്കള്? ഇതിൽ നിന്റെ മോളെ മാറ്റി നിർത്ത്. അവന്റെ മക്കളുടെ ജീവൻ എനിക്ക് വേണം. എല്ലാവരും എന്റെ മക്കളാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ കൂട്ടത്തിൽ തന്റെ മകളുള്ളത് കൊണ്ടും മരിക്കുന്നതിന് മുൻപ് ആ 3 പേരെയും തന്റെ മക്കളെ പോലെ സംരക്ഷിക്കാമെന്ന് വിഷ്ണുവർദ്ധൻ ആന്റണി വാക്ക് നൽകിയതുകൊണ്ടും അലിയാരുടെ ശത്രുപക്ഷത്ത് തന്നെ നിൽക്കാൻ ആന്റണി തീരുമാനിക്കുന്നു. വൈകാരികപരമായ 2ാം പകുതിയും ആവേശകരമായ ആദ്യ പകുതിയും ജോഷി എന്ന ക്രാഫ്റ്റ്മാനെ മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകനാക്കി മാറ്റുന്നു. ഗ്യാങ്സ്റ്ററായും അച്ഛനായും മമ്മൂട്ടി തിളങ്ങി നിന്ന കൗരവർ 90കളിൽ വരച്ചിട്ടത് മലയാള സിനിമയുടെ പുതിയൊരു ഭൂപടമായിരുന്നു. അതുവരെ ആരും പരീക്ഷിക്കാത്ത ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ സിനിമയായി നിരൂപകർ കൗരവരെ വിലയിരുത്തി. പെൺമക്കളിൽ നിന്ന് തൻ്റെ മകളെ കണ്ടെത്താനാകാത്ത ആന്റണി 3 പേരെയും തൻ്റെ മക്കളായി കണ്ട് സ്നേഹിക്കുന്നിടത്താണ് കൗരവർ അവസാനിക്കുന്നത്. പകയിൽ തുടങ്ങി സ്നേഹത്തിൽ അവസാനിക്കുന്ന സിനിമ പോലീസിന്റെ ക്രൂരതയും അധികാര ദുർവിനിയോഗവും ചർച്ച ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അലിയാർക്കും സംഘത്തിനുമൊപ്പം നിൽക്കാൻ തോന്നിപ്പിക്കുന്ന ലോഹിതദാസിന്റെ തിരക്കഥ നന്മ തിന്മകളെ ഭംഗിയായി തന്നെ തുലനം ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യനിലേക്ക് വരുമ്പോൾ ഞാൻ അലിയാർക്കൊപ്പമാണ്. എനിക്ക് അയാൾക്കൊപ്പം നിന്നേ പറ്റൂ. കാരണം സ്വന്തം മകൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആന്റണി തന്റെ പ്രതികാരം സ്നേഹമാക്കി മാറ്റിയത്. ആന്റണി സർ, എന്റെ 3 മക്കളെയും പൊന്നുപോലെ നോക്കണം. ഒരച്ഛന്റെ മനസ്സ് സാറ് മനസ്സിലാക്കണം. ഇതിലാരാണ് എന്റെ സ്വന്തം മകൾ? ദൈവത്തെ ഓർത്ത് പറയണം. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ വേർതിരിച്ചിട്ടില്ല. എല്ലാം എല്ലാരും പക്ഷെ അലിയാർ അയാളുടെ എല്ലാം നഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ കൗരവരിൽ ഹീറോ അലിയാരും സംഘവുമാണ്. ആന്റണി തികച്ചും സ്വാർത്ഥനാവേണ്ടി വന്ന ഒരു മനുഷ്യനും. അച്ഛൻ ചെയ്ത പാപങ്ങൾക്ക് മക്കളെ കൊല്ലുന്നത് പരിഹാരമല്ലെന്ന് തിരിച്ചറിയാൻ ആന്റണിക്ക് സ്വന്തം മകൾ ആ 3 പേരിൽ ഉണ്ടാവണമായിരുന്നു. ആരാണ് മമ്മൂട്ടിയുടെ മകളെന്ന ചർച്ചകൾ ഇന്നും തുടരുന്നുണ്ട്. സമ്മറിൻ ബത്ലഹേമിലെ ആ അജ്ഞാത കാമുകിയെ പോലെ ആന്റണിയുടെ മകളും ഒരു മിത്ത് പോലെ ഉത്തരമില്ലാത്ത ഒന്നായി തുടരട്ടെ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.